ഞാനിപ്പോൾ എൻ്റെ മക്കളെ തലയിലൊരു കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിലൊരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കും? MES സമ്മതിക്കും? ക്രിസ്ത്യൻ സംഘങ്ങളെ സമ്മതിക്കും? പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യം, അവർക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ആരാധന നടത്താം, ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക. അതല്ലേ നമ്മളെല്ലാം ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ ഹിന്ദു വേഷധാരിയായിട്ട് എൻ്റെ മക്കൾ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതിനുള്ള അധികാരം മാനേജ്മെന്റുകൾക്ക് ഉണ്ട്. അത് അറിയാതെയാണ് ഈ വിദ്യാഭ്യാസം. ഞങ്ങളാരും ഹിജാബിനെതിരല്ലേ? എത്ര പണം ധരിച്ചു. ഇപ്പൊ കേരളത്തിലെ സ്ത്രീകളെല്ലാം പറതായിട്ടാണ് നടക്കുന്നത്. ആരെങ്കിലും എതിർക്കുമോ? അത് അവർ നടക്കും. പക്ഷെ സ്കൂൾ എന്ന് പറയുമ്പോൾ, കോളേജ് എന്ന് പറയുമ്പോൾ അവരവരുടെ മാനേജ്മെന്റ് ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോമിലാണ് പോകേണ്ടത്. കന്യാസ്ത്രീ കുട്ടികളല്ലോ. കന്യാസ്ത്രീകള് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലാണ് പ്രശ്നം. പഠിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവരെ സ്കൂളിലല്ലേ പോകുന്നത്? MES സ്കൂളിൽ പോകുന്നുണ്ടോ? ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ സ്കൂളിൽ പോകുന്നുണ്ടോ? നിങ്ങളെന്താ അത് കാണാത്തത്? അവരെ സ്കൂളിൽ അവർ എങ്ങനെ വേണം പോയിക്കോട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്കൂളുകൾ, SDPI MES ജമാഅത്തെ ഇസ്ലാം, അവർ നടത്തുന്ന സ്കൂളിൽ അവർ അങ്ങനെ പോയിക്കോട്ടെ. ആരും എതിരല്ല. ക്രിസ്ത്യാനികളെതിരാണോ? ക്രിസ്ത്യാനികളെതിരല്ല. ഈ രാജ്യത്ത് ആരും എതിരല്ല. ഓരോ മാനേജ്മെന്റും അവരവരെ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. ആ യൂണിഫോം ഇട്ട് കുട്ടികൾ വരണം. ഇപ്പൊ ശബരിമല കാലത്ത് കുട്ടികൾ കറുപ്പെടുത്ത് പോകണം എന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? നിങ്ങൾ അതെന്താ പറയാത്തത്? ശബരിമല കാലത്ത് ഇനി ഒരു 60 ദിവസം കുട്ടികൾ ശബരിമലയ്ക്ക് പോകുന്ന കുട്ടികൾ കറുത്ത മുണ്ടെടുത്തിട്ടാണ് നടക്കുന്നത്. അതിപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലും അവരൊരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം കറുത്ത മുണ്ടെടുത്ത് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നാളെ ഇളകിയാൽ എന്തായിരിക്കും? ഞങ്ങളെ കൊല വിളിക്കല്ലേ? സർക്കാരിന്റെ കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞോട്ടെ, അതിലെന്താ തെറ്റ്? സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് അവരുടെ സ്കൂളിൽ യൂണിഫോം എന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ മതം അനുശാസിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ പോകാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മളൊരു ബഹുസ്വര സമൂഹമാണ്. അങ്ങനെ നമ്മൾ പോകണമെന്ന് പറയുന്നത്. പോയിക്കോട്ടത് എത്ര സ്കൂളുണ്ടെന്ന് അതിൽ ഒരു 10 കൂടി തുടങ്ങിക്കോളിന്ന്. ആരെവിടെ തടസ്സം? നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടുമല്ലേ നിങ്ങൾക്ക് അനുവാദം? അല്ല NSS SNDP ചോദിച്ചാൽ പിടിച്ചു വെക്കുന്ന നിങ്ങൾ മുസ്ലിം സംഘടനകൾ ചോദിച്ചാൽ അപ്പം കൊടുക്കുകയല്ലേ? അതല്ലേ കേരളത്തിലെ മതതരത്വം. ഒരു 10 സ്കൂൾ കൂടി തുടങ്ങുന്നു. കാശുണ്ട്, സ്കൂൾ തുടങ്ങാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾ അവിടെ പഠിക്കട്ടെ. സിമ്പിൾ അല്ലേ ലോജിക്ക്? അവരവിടെ പഠിക്കട്ടെ. ആർക്കാ പ്രശ്നം? മുല്ലാക്കന്മാർ 5-6 സ്കൂളിൽ തുടങ്ങട്ടെ. എന്നിട്ട് മുല്ലാക്കന്മാരുടെ മക്കൾ അതുപോലെ പോട്ടെ. അല്ലാതെ ഇത് ഒരു യൂണിഫോം ഉള്ള സ്കൂളിൽ പോയിട്ട് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം, അത് ന്യായമല്ല. അതിനോട് യോജിക്കാൻ പറ്റും. അതിൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരാണ്. അതിന് ലീഗ് അടക്കമുള്ള ആളുകൾ, കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാണ്. ശിവൻകുട്ടി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഗോളടിക്കാൻ നോക്കും.